മോനെ വന്നോ? അരുണാചൽ പ്രദേശ് ആയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ല. നമ്മുടെ ഇട്ടാവട്ടത്ത് നിന്നും എനിക്കിഷ്ടമല്ല. ഞങ്ങളെല്ലാം വല്ല മലയിടിച്ചിലോ വല്ല പ്രശ്നങ്ങളോ ഉണ്ടാക്കി വീടും എത്താറക്കത്തില്ല. സ്വാഗതം ചെയ്യാം മലയാളത്തിന്റെ അഭിമാനമായ ഉർവശി ചേച്ചി. നല്ലൊരു കൈയ്യടി സമ്മാനിച്ചുകൊണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം. സെറമണി വെൽക്കം ചേച്ചിയുടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഭദ്രദീപം തെളിയിക്കുന്നതിന് വേണ്ടി എല്ലാവിധ ബഹുമാനത്തോടും കൂടി തന്നെ ക്ഷണിക്കുന്നു. മറ്റൊരു കാര്യം കൂടി, നമുക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ സിനിമയിൽ പ്രവർത്തിച്ചിട്ടുള്ളവരുടെ അമ്മമാർ വേദിയിലേക്ക് എത്തിച്ചേരാനായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അവർക്ക് കടന്നു വരാനുള്ള ഒരു വഴി എല്ലാവരും നൽകണമെന്നുള്ള കാര്യം കൂടി റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഒരു കയ്യടിയുടെ കുറവുണ്ടാവും. നല്ലൊരു കയ്യടി സമ്മാനിച്ചുകൊണ്ട് ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെ ഉർവശി ചേച്ചിയുടെ വേദിയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സന്തോഷത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യാണ്. എനിക്കറിയാം ഈ ഉർവശി ചേച്ചീനെ തന്നെ ആദ്യമേ സ്റ്റേജിലേക്ക് വിളിച്ചതിന്റെ വലിയ കാരണം പറയാം. ഞാനിതൊരു പ്രൊഡക്ഷൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇങ്ങനെ ഇവിടെ ഞാൻ സംസാരിക്കണമെങ്കിൽ അതിന് ധൈര്യം തന്ന ഒരാളാണ് ഉർവശി ചേച്ചി. അപ്പം ചേച്ചീനെ ഈ വേദിയിൽ എനിക്ക് വേണം അത്ര സംസാരിക്കാം. നമസ്കാരം. സത്യം പറഞ്ഞാൽ പ്രൊഡക്ഷൻ തുടങ്ങാൻ ഞാൻ ആരെയും ഉപദേശിക്കത്തില്ല കേട്ടോ. ഞാനും അങ്ങനെ ഒരു കടുക ഇപ്പം ചെയ്ത് വെച്ചിരിക്കുക. മുമ്പ് കുറച്ചു മുമ്പൊക്കെ ചെയ്തായിരുന്നു, പക്ഷെ വേറെ പണിയൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ആ വീണ്ടും ഇത് തന്നെ ചെയ്യുന്നത്. പക്ഷെ അഭിലാഷ് പ്രൊഡക്ഷൻ തുടങ്ങുന്നത് നല്ലതാണ് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. കാരണം മറ്റ് പ്രൊഡക്ഷനിൽ അഭിലാഷ് വർക്ക് ചെയ്യുന്ന പടമായിക്കോട്ടെ വർക്ക് ചെയ്യാത്ത പടമായിക്കോട്ടെ അതിൻ്റെയൊക്കെ സാങ്കേതിക കാര്യങ്ങളിലും മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു കൂടപ്പുറപ്പിനെ പോലെ സജീവമായിട്ട് കൂടെ നിൽക്കുന്ന ഒരാളാണ് അഭിലാഷ്. ഒരല്പം ആത്മാർത്ഥത ഉണ്ടെന്ന് നമ്മളൊന്ന് അഭിനയിച്ചാൽ മതി, കൂടെ ഒന്നുള്ളൂ. അപ്പോൾ എനിക്ക് പക്ഷെ വളരെ പെട്ടെന്ന്, ഞാൻ അഭിലാഷിൻ്റെ ഒരു സിനിമയും വർക്ക് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഞങ്ങൾ തമ്മിൽ പെരുമാറുന്ന കണ്ടാത്തൊന്നും ഒരുപാട് വർഷങ്ങളായിട്ട്, അല്ലെങ്കിൽ അഭിലാഷിൻ്റെ ചെറുപ്പം മുതൽ എനിക്ക് അഭിലാഷിനെ അറിയാമെന്ന് തോന്നുന്നു. ചില ആൾക്കാർ അങ്ങനെയാണ്, വളരെ പെട്ടെന്ന് നമ്മുടെ ഹൃദയത്തിൽ അങ്ങ് സ്ഥാനം പിടിക്കും. പിന്നെ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും അവരെ നമ്മളുടെ എന്താ പറയുക, നമ്മുടെ സ്നേഹത്തിൻ്റെ അതിരുകൾക്ക് അപ്പുറത്തോട്ട് അവരെ നമുക്ക് പുറന്തള്ളാൻ പറ്റാത്ത അവസ്ഥയിലാവും. അങ്ങനെ ഒരു സഹോദരനാണ് എനിക്ക് അഭിലാഷ്. അപ്പോൾ ഈ പ്രൊഡക്ഷനിൽ അഭിലാഷ് ഇപ്പം ഞാനൊരു കുറച്ച് ദിവസം ആയേ ഉള്ളൂ ഞാൻ അറിഞ്ഞിട്ട് അഭിലാഷ് പ്രൊഡക്ഷനിലുണ്ടെന്നുള്ളത്. അതിന് മുൻപ് ഏകദേശം ഒരു വർഷത്തോളം ആയി ഈ ഒരു സിനിമ പ്ലാൻ ചെയ്ത്. ഈ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ തെരി മേരി എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് ഇപ്പം ഞാനും എൻ്റെ മകളും പങ്കെടുക്കുന്ന സിനിമയുടെ സംവിധായിക ആരതി. ഏറ്റവും കൂടുതൽ ഫീമെയിൽ ഡയറക്ടേഴ്സിൻ്റെ പടം ചെയ്യാനുള്ള ഭാഗ്യമുണ്ട് അവിടെ ഒരു നടിയാണ് ഞാൻ. അപ്പോൾ എന്താ പറയുക, എൻ്റെ ഒരു 7ാമത്തെ 8ാമത്തെ ഒരു സിനിമ, 10 സിനിമയ്ക്കകത്ത് വെച്ചാണ് ആദ്യത്തെ ഫീമെയിൽ ഡയറക്ടർ നടി ശ്രീപ്രിയ. തമിഴിലെ വലിയ നടിയായിരുന്നു അവർ. പിന്നെ ശ്രീദേവി, ശ്രീപ്രിയ, രാധിക, അംബിക, സീമ, സരിത എന്നൊരു വലിയൊരു ടീമുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ശ്രീപ്രിയയ്ക്ക് സംവിധാനം ചെയ്യാനും സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ചെയ്യാനും ഒരാഗ്രഹം വന്നിട്ട് ആദ്യം ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തു. സെക്കൻഡ് ഫിലിം ഡയറക്റ്റ് ചെയ്തപ്പോൾ ഞാനായിരുന്നു അതിൽ ഹീറോ ആയിട്ട് നടൻ മോഹൻ. അന്നൊന്നും എനിക്കിതിപ്പം ഫീമെയിൽ ഡയറക്ടർ എന്ന് പറയുന്ന അത്ഭുതമാണെന്നൊന്നും അറിയത്തില്ല, ഞാൻ അഭിനയിച്ചു, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ അഞ്ജലി മേനോൻ ആയിക്കോട്ടെ, തെലുങ്കിൽ നന്ദിനി റെഡ്ഡി ആയിക്കോട്ടെ, സുധാ കുക്കറത്തിൻ്റെ സ്റ്റാർട്ടിങ് സമയം മുതൽ, സുധയുടെ ഫസ്റ്റ് ഫിലിമും എനിക്ക് അഭിനയിക്കാൻ പറ്റാത്ത സ്ഥിതി, കാരണം മോള് തീരെ കുഞ്ഞായിരുന്നു. എന്നിട്ട് ഞാൻ ആ നായികയ്ക്ക് ഡബ് ചെയ്തു. അങ്ങനെ ഒരു സിനിമ ദ്രോഹി എന്നും പറഞ്ഞൊരു സിനിമ. അത് കഴിഞ്ഞ് ഷൂട്ട് റിപ്പോർട്ട് ചെയ്തു. കന്നഡത്തിൽ 1-2 ഫിലിം ഫീമെയിൽ ഡയറക്ടേഴ്സിന് ചെയ്തു. പിന്നെ ഇപ്പം റിലീസ് ആവാൻ പോകുന്ന ചില സിനിമകളുണ്ട്, അത് അങ്ങനെ 1-2 ഫീമെയിൽ ഡയറക്ടേഴ്സ് എങ്ങനെയോ വന്ന് ഭവിക്കുക, നമ്മൾ ബോധപൂർവം അല്ലെങ്കിൽ പോലും അങ്ങനെ വരികയാണ്. ഇപ്പോൾ ഒരു സിനിമ അരുണാചൽ പ്രദേശിൽ ഒരു സ്റ്റോറിയാന്ന് പറഞ്ഞു, ആരണ സാധ്യ എന്ന് പറഞ്ഞ, ജീവിതത്തിൽ അവരുടെ പേര് ആദ്യം കേൾക്കുക. ആ കുട്ടിയുടെ പേര് ആരണ സാധ്യ. അവളും അവളുടെ ഒരു ഫ്രണ്ടും കൂടെ ചേർന്നൊരു സബ്ജക്റ്റ് പറഞ്ഞു. അരുണാചൽ പ്രദേശ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ല. നമ്മുടെ ഇട്ടാവട്ടത്ത് നിന്നും എനിക്കിഷ്ടമല്ല. ഞങ്ങളെല്ലാം വല്ല മലയിടിച്ചിലോ വല്ല പ്രശ്നങ്ങളോ ഉണ്ടാക്കി വീടും എത്താറക്കത്തില്ല. ഞാൻ പറഞ്ഞ ലൊക്കേഷൻ മാറ്റുവാണെങ്കിൽ ഞാനൊന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. എന്തായാലും ആരതി ഈ കഥ പറഞ്ഞപ്പോൾ, അഭിലാഷിൻ്റെ സ്ക്രിപ്റ്റാണ്, പിന്നെ വിപിൻ നമ്മുടെ ഈ ടീമിൽ തന്നെയുള്ള പയ്യൻ എഴുതുന്നുണ്ട്. അപ്പോൾ ആരതിയുടെ മനസ്സിൽ ഒരു നല്ല സിനിമയുണ്ട് എന്ന് എനിക്കൊരു വിശ്വാസം വന്നു. വളരെ സൈലൻ്റായിട്ട് അധികം ഒന്നും സംസാരിക്കാത്ത ആളാണ് ആരതി. അത് കഴിഞ്ഞ് തമിഴായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്.
ഇപ്പോൾ തമിഴ്നാട് സിനിമ കുറേ കഴിയുമ്പോഴത്തേക്കും പ്രൊഡ്യൂസേഴ്സിന് അതിനിപ്പോൾ അതൊരു തട്ടിക്കൂട്ട് സിനിമ ആക്കിയാൽ മാത്രം മതി എന്നല്ലാതെ ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റിൻ്റെ വാല്യൂ അല്ലെങ്കിൽ അതിനൊക്കെ സാധ്യതയെ കുറിച്ചൊന്നും അവർ ചിന്തിക്കുന്നില്ല. പിന്നെ മലയാളം സിനിമയായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തപ്പോൾ അതിന് മുകേഷ് ചേട്ടൻ, ഇന്ദ്രചേട്ടൻ അല്ലെങ്കിൽ സിദ്ദിഖ് അങ്ങനെ ഇങ്ങനെ കുറേ പേര് പ്ലാൻ ചെയ്തു. അവർക്ക് പകരം അവരെക്കാൾ ഭംഗിയായിട്ട് അഭിനയിക്കാൻ എല്ലാ ഭാഷകളിലും ആൾക്കാരുണ്ടാവും. പക്ഷെ അവരോടുള്ള നമ്മുടെ ഒരു ആത്മബന്ധവും സ്നേഹവും ഒക്കെ ഇല്ലേ. മുകേഷ് ചേട്ടൻ കോമഡി എങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയാം. മുകേഷ് ചേട്ടൻ ചെയ്യുന്ന ആളോട് വേറെ ആൾ എങ്ങനെ ഇരിക്കും എന്ന് വന്ന് സ്റ്റക്കാവുകയാണ്. അങ്ങനെ സംസാരിച്ച് വീണ്ടും മുകേഷ് ചേട്ടനൊക്കെ തന്നെയാണ് വലിയൊരു കാരണം കേട്ടോ ഇന്നത്തെ മലയാളം ആയതെന്ന് പറയാൻ. അങ്ങനെയാണ് വീണ്ടും മലയാളം തന്നെ ചെയ്യാൻ ചേച്ചി. മലയാളം ബൈലിംഗുവലായിട്ട് മലയാളവും തമിഴും കൂടെ നമുക്ക് ചെയ്യാം എന്ന് പ്ലാൻ ചെയ്തു. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോട് നോക്കിയിരിക്കുന്നത് മോൾ അതിൽ അഭിനയിക്കുന്നു എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് ഇത്തരം ആർഭാടങ്ങളും ആഘോഷങ്ങളൊന്നും ബേസിക്കായിട്ട് ഇഷ്ടമുള്ള ഒരാൾ പേരുമായിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്തിരിക്കാന്നല്ലാതെ ഇത്തരം ബഹളങ്ങളിൽ നിന്ന് ഞാൻ ഒഴിവാകും. പക്ഷെ ഇന്നിപ്പോൾ ഇതൊക്കെ മസ്റ്റായിരിക്കുന്നു വേറെ നിവർത്തിയില്ല. എല്ലാവരും അറിയണമല്ലോ എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പിന്നത്തെ ടെൻഷൻ വെച്ചാൽ നമ്മുടെ വായന വല്ല അബദ്ധങ്ങളും വല്ല വീഴുമോ, എന്ത് വെച്ചാണ് ട്രോളാൻ പോകുന്നത്, എന്താണ് തെള്ള്, എന്താണ് ഇത് ഒരു പിടിയും കിട്ടത്തില്ല കേട്ടോ. പിന്നെ എന്നെ ഈ ചെമ്പേച്ചും ഇല്ലാത്ത രീതിയിൽ നമ്മളങ്ങനെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. ഞാൻ തുടങ്ങി തള്ളിക്കും. അല്ലാതെ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റത്തില്ല. എന്തായാലും ഇത് മോളെ ഇടണം എന്ന് വിചാരിച്ച് മനഃപൂർവ്വമല്ല കേട്ടോ. നല്ല ഫീമെയിൽ ക്യാരക്ടേഴ്സാണ് എല്ലാം. അപ്പം അതിൽ ഒരു റോള് കുഞ്ഞാറ്റ ചെയ്തുകൂടെ ചേച്ചി എന്നുള്ള അഭിലാഷ് ചോദിച്ചു. അത് നന്നായിരിക്കും ചേച്ചി, കുഞ്ഞാറ്റയ്ക്ക് അത് എന്താ ഒരു കുഴപ്പമൊന്നുമില്ല. അവൾ ഇൻഡിവിജ്വലായിട്ടൊരു നായികയായിട്ടൊരു സിനിമയിൽ അങ്ങനെ അഭിനയിക്കുമെന്നൊന്നുമില്ല. ഞങ്ങളെല്ലാവരും സിനിമയിലുള്ളവരാണ്. അതിനു മുൻപ് നാടകം, നൃത്തം, അപ്പോൾ കലാരംഗത്ത് തന്നെയാണ് ഞങ്ങളെല്ലാവരും നിൽക്കുന്നതും. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയായിരിക്കും. അപ്പം വീണ്ടും ഒരിക്കൽ കൂടി നന്ദി. മോനെ വന്നോ? മോൻ്റെ പടത്തിൻ്റെ പൂജ മാറ്റി വെച്ചു. മോനെ അറിയത്തില്ല അരവിന്ദൻ തന്തിയുടെ നമ്മുടെ ഡയറക്ടർ മോഹൻ ഞാനെന്നെ സ്വാഗതം ചെയ്ത് പോയിട്ട് എൻ്റെ കൈ കാണിച്ചു. എല്ലാവരും ശ്രദ്ധിച്ചില്ല. ഞാനിപ്പോഴാണ് ശ്രദ്ധിച്ച മോൻ്റെ പടത്തിൻ്റെ പൂജയുണ്ട് കേട്ടോ. അതും ഇതും കൂടെ ഒരുമിച്ച് ഇന്നലെ ഇന്നോട്ട് വെക്കാനിരുന്നതാണ്. പെട്ടെന്ന് അത് മാറ്റി ഒരാഴ്ചത്തേക്ക് അങ്ങോട്ട് മാറ്റി.